സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കന്യാകുമാരിയിലോട്ട് പോകേണ്ട പറഞ്ഞ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളിവിടെ നടന്നു. അപ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടാണ്. നമ്മൾ ഇന്നലെ വന്ന കടയിൽ തന്നെ ഉണ്ടാവുന്ന ഇന്ന് രാവിലെ നമുക്ക് മസാല ദോശ ചൂട് മസാല ദോശ. ഞങ്ങളപ്പോൾ കുറേ നേരമായിട്ട് ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ചേച്ചി പറഞ്ഞു ബസ് വരാൻ ലേറ്റ് ആകും, അല്ലെങ്കിൽ ഞങ്ങൾ വേറൊരു ബസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും, കറങ്ങിയൊക്കെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ അടിച്ച് നോക്കി എങ്ങനെയാണ് കന്യാകുമാരി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി കണ്ടുപിടിച്ച് ബസ് വന്നിട്ടാണ് നമുക്ക് പോകാനുള്ള ബസ്. നമ്മളപ്പോൾ വിവേകാനന്ദ പാറയിലോട്ട് പോകാനായിട്ടാണ്. അപ്പോൾ നല്ല ക്യൂ ആണ്. അപ്പോൾ ഏതോ റേഞ്ചിൽ പോയി നിന്നിട്ടുണ്ട്. ഞങ്ങളപ്പോൾ ക്യൂ കണ്ടിട്ടൊരു മടിയുണ്ട്, പക്ഷെ എന്നാലും ഇതുവരെ പോയിട്ടില്ല അവിടെ. അപ്പോൾ എന്താണെന്ന് കണ്ടിട്ട് നല്ല ക്യൂ ആണോ. അതിൻ്റെ ഉള്ളോട്ട് കേബിളിങ്ങനെ വട്ടം ക്യൂ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിലും ഉണ്ട്, പക്ഷെ എന്നാലും ഇപ്രാവശ്യം നമ്മൾ എന്തായാലും പോയിരിക്കും അവിടെ. ആരുമേ കെട്ടതില്ല ഇനി ഓടി എന്റെ പൊന്നുള്ളൊടുകെ സ്പെഷ്യൽ എന്തുണ്ട് കേട്ടോ. ഒരാൾക്ക് 300 രൂപ വെച്ച്, പക്ഷെ അവിടെ ആരുമില്ല. അവിടെ ഫുള്ള് ഒഴിഞ്ഞിടക്കുന്നതാണ്. ഇവിടെയാണ് മൊത്തം ക്യൂ. നമ്മളിങ്ങനെ കറങ്ങി ഇപ്പുറത്തെ ക്യൂവിൽ കയറി, പിന്നെ അതെ അപ്പുറത്തെ ക്യൂ ഉണ്ടോ, അവിടെ കൂടി കറങ്ങിയൊക്കെ വേണം നമ്മൾ പോവാൻ. എന്താ വീഡിയോ എടുക്കാൻ പറ്റല്ലേ? എവിടെ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. എടാ മറ്റേ ലക്ഷദ്വീപിലോട്ടൊക്കെ പോവില്ലേ, ആ ഒരിതല്ലേ അതാണ്. എടാ എടി അതാ അമ്പലമല്ലേ അവിടെ? അതല്ല അതാണ്. ഇനി ഇവിടെ നിക്കണല്ലേ? നമ്മളെങ്ങനെ വിളിച്ചാ പോരല്ലേ? ബോട്ട് വന്നിട്ട് വന്നാ മതിയായിരുന്നു. ഇവിടെ ഇപ്പൊ 2 ക്യൂ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ജെന്റ്സിന്റെ ഇവിടെ ലേഡീസിന്റെ ആയിട്ട് 2 ക്യൂ ആക്കിയാണ് നിർത്തിയേക്കണത്. എന്താ സംഭവം ഒരു പിടുത്തവും കിട്ടാനുള്ള. എന്തിനാണത്?
നമ്മളങ്ങനെ ഫൈനലി എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എത്തിക്കഴിയുമ്പോൾ 30 രൂപ ടിക്കറ്റ് വേറെ എടുക്കണോണ്ട് അകത്തേക്ക് കയറണമെങ്കിൽ. പപ്പ ടിക്കറ്റ് എടുക്കാൻ പോയി പപ്പ വരുന്നുണ്ട്. ടിക്കറ്റ് 8 പേര് നല്ല സുഖം. ഞാൻ വരുന്ന പോയിട്ട് വേറെ കൂളിങ് സോക്സ് ഇട്ടോ. നമുക്ക് ചെരുപ്പ് ഇട്ടോണ്ട് കയറാൻ പറ്റില്ല. നമുക്ക് ചെരുപ്പ് ഇവിടെ ഊരി വയ്ക്കണം. ഇവിടെ തന്നെ ഞാൻ മൂലക്ക് വെക്കാൻ പറ്റില്ല. ചില സ്ഥലത്ത് ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ഉണ്ട്. നമുക്ക് നോക്കി പോകണം, അല്ലെങ്കിൽ പണിയെടുക്കുന്നുള്ള വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അകത്ത് കയറിക്കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഫോട്ടോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആണ് അതിൻ്റെ ഉള്ളിൽ. ഇതിൽ ഈ വൈറ്റ് ഇട്ടങ്ങനെ സ്ഥലത്തൂടി പോകണമെങ്കിൽ നമുക്ക് ചൂടില്ല കേട്ടോ. അല്ലാതെ നല്ല കാല് കൊള്ളുന്നുണ്ട്. ഈ വൈറ്റിലൊക്കെ നടക്കണമെങ്കിൽ നല്ല തണുപ്പാണ്. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇവിടെ ഒന്നും കാണാനൊന്നുമില്ല. ഇത്രേ ഉള്ളൂ. അപ്പുറത്ത് മറ്റേ വിവേകാനന്ദ പാറയുടെ പണി നടക്കണോണ്ടിട്ട് അങ്ങോട്ട് നമുക്ക് അലൗഡ് അല്ല. ഇവിടെ മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് പോകുന്ന മെഡിറ്റേഷൻ ഹാളിലേക്കാണ്. അവിടെയും എനിക്കൊന്നും ഫോട്ടോസ് അവൈലബിൾ അല്ല തോന്നുന്നു. അവിടെ നമുക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ. സെൽഫോണേ ഓഫ് ചെയ്തിട്ട് കയറണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ചിൽഡ്രൻസ് അലൗഡ് അല്ല. ഇവിടെ ഒരു ബുക്ക് സ്റ്റാൾ ഉണ്ട്. 2 3 4 ബുക്ക് സ്റ്റാൾ ഉണ്ട് കേട്ടോ. ലേഡീസ് ചോക്ലേറ്റ് ഉണ്ട്. അല്ല, ടോയ്ലറ്റ് ഉണ്ട്. എങ്ങനെയാണ് അതിനുള്ളത്തെ സ്ഥിതി നമുക്കറിയില്ല. നമ്മൾ പോയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയുമോ വന്നിട്ട്? ഇല്ല ആൻറ്റി, ബാത്റൂം എങ്ങനെയുണ്ടായി? നല്ലതല്ലേ അമ്മ? ബാത്റൂം നല്ലതായിരുന്നില്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയാനാണ്. തിരിച്ച് നമ്മൾ അപ്പുറത്തേക്ക് പോകണേ കേട്ടോ. ഇവിടെ നല്ല ക്യൂ ഉണ്ട്. അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട് ഇവിടെ. ബോട്ട് വന്നിട്ടുമില്ല. നമുക്ക് ചെരുപ്പിട്ടിട്ട് നമുക്ക് ബോട്ടിൽ കയറി വീണ്ടും അപ്പുറത്തേക്ക് പോവാം. പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ കാണാൻ. എനിക്ക് ഇഷ്ടപ്പെട്ടത് അവർ മെഡിറ്റേഷൻ റൂം മാത്രമായിരുന്നു. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയില്ല. അത് സൂപ്പറായിരുന്നു കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഗോ ചാടാൻ പറ്റൂല അങ്ങോട്ട്. അതിൽ പിന്നെ കറങ്ങാൻ പോണോ? വാവുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ് വീണ്ടും. എങ്ങനെയുണ്ടായി നിങ്ങള് ഇവിടെ വന്നിട്ട്? ഇങ്ങോട്ട് വന്നിട്ട് വലിയ ഒന്നുമില്ലല്ലേ? ഒരു കാര്യമില്ലല്ലേ? ഇനി വരോ? ലില്ലിയാൻറ്റി എങ്ങനെയുണ്ടായി? ഒന്നുമില്ലല്ലേ? എല്ലാവർക്കും മട്ട് ഗൈസ്. ചിൽഡായിട്ട് ഞാനും റോണി ഗ്രേപ്പ് ജ്യൂസാണ്, പിന്നെ മുസംബി, പൈനാപ്പിൾ, അങ്ങനെ എല്ലാവരും പല പല ഇതാണ് ഓർഡർ ചെയ്തത്.
നമ്മിപ്പോ ഇപ്രാവശ്യം നമ്മള് മാറ്റിപ്പിടിച്ച് 10 രൂപ 5 രൂപ കടയ്ക്ക് പുരോഗമനം വന്നിട്ടുണ്ട് കേട്ടോ. 5 രൂപ ഉണ്ട് ഇവിടെ. കന്യാകുമാരി നേരെ റൂമിലേക്ക് പോകണ്ട. അപ്പൊ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഫുൾ നല്ല ടയേർഡായി. നമ്മുടെ അങ്ങോട്ട് പോകാൻ തിരക്കാന്നാ പറയണം. അല്ല ബസ് ലേറ്റ് ആവുന്നല്ലേ പറഞ്ഞത്. ഞങ്ങളിപ്പോ കുറേ നേരമായിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഇരിക്കുന്നു. ഇതുവരെ ബസ് ഒന്നും വന്നിട്ടില്ല. ഒരു അരമണിക്കൂറിൽ കൂടുതലായി ഇപ്പൊ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കണേ. നല്ല രീതിക്ക് നല്ല ടയേർഡായിട്ടുണ്ട്. ഒരു ബസ് വന്നിട്ടുണ്ട്, പക്ഷെ കുറേ ചുറ്റിക്കറങ്ങി അവിടെ ചെല്ലുള്ളൂ എന്ന് പറഞ്ഞു. അതൊക്കെ നമ്മൾ നന്നായിട്ട് ലേറ്റ് ആവും. രണ്ട് മണിക്കൂറോളം നമ്മൾ ബസ്സിൽ ഇരുന്നിട്ടാണ് ഇവിടെ എത്തിയത്. എനിക്ക് നല്ല ഉറക്കം തന്നെ ഉണ്ട്. ഞാൻ ഉറങ്ങണമായിരുന്നു പകുതിയായപ്പോഴേ. അപ്പോൾ നമ്മൾ വൈകിട്ട് ചായയുടെ കൂടെ കായ് ബജിയും ചട്നിയും കൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവുകയാണ്. നമുക്കിപ്പോൾ 8 മണിക്കാണ്, 9 മണിക്കാണ് നമുക്ക് ട്രെയിൻ. ഇപ്പോൾ 7:40 ആയിട്ടുണ്ട് കേട്ടോ. അലുവിന് നമുക്ക് എടുത്തിട്ടില്ല, അവർക്കിപ്പോൾ എടുക്കണം. ബാക്കി എല്ലാവരുടെയും റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പപ്പയൊക്കെ നേരത്തെ പോയി അങ്ങോട്ട്. തിരുമ്പി വന്നിട്ടടാ. അപ്പം നമ്മൾ എറണാകുളത്തെത്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നല്ല വീട്ടിൽ നെക്സ്റ്റ്